ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാതാവിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെയൊരു പ്രഷർ പ്രവൃത്തി ചെയ്യാൻ പറ്റുമെന്ന് 3 വർഷം മുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചതല്ല. ഇതിന് മാറ്റം വരുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞൊരു 3 വർഷങ്ങൾക്ക് മുന്നെയാണ്. എനിക്ക് 2 കുട്ടികളാണ്. ഒന്ന് അന്ന, രണ്ടാമത്തെ ആൾ ഈ നിൽക്കുന്ന ആദം. പുള്ളിയുടെ പേരിലാണ് ഞാൻ ഇന്നിവിടെ കയറി നിൽക്കുന്നത്. യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുന്നേ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം നമ്മൾ ബൈബിൾ വായിച്ചിട്ടില്ലേ, എന്തോരം നമ്മൾ അകന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ തിരിച്ച് കർത്താവ് വീണ്ടും പുള്ളി ഉദ്ദേശിച്ച പാത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നത് കറക്റ്റാന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിന്നിവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. നമ്മുടെ റബ്ബർ ബാൻഡ് വലിച്ചുകൊണ്ടിട്ട് തിരിച്ച് അതേ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ. അതായത് ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. സിസ്റ്റിൽ 2-3 ഹോസ്പിറ്റലുകൾ നമ്മൾ റെഫറൻസ് എടുത്തതിന് ശേഷം അവർ പറഞ്ഞു സർജറി വേണമെന്ന് തന്നെ പറഞ്ഞു. അവസാനം ഫൈനലി നമ്മൾ ഇത് ചെയ്തു, സർജറി ചെയ്തു. രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു സർജറി ചെയ്തത്. സർജറി ചെയ്ത് കഴിഞ്ഞ സ്കാനിങ്ങിൽ യൂട്രസിലൊരു പാടുണ്ടായിരുന്നു. അതായത് കുട്ടി കിടക്കുന്നതിൻ്റെ മുകളിലൊരു പാടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്തതിൻ്റെ എന്തെങ്കിലും ബ്ലഡ് കോട്ടായതായിരിക്കാം എന്ന് പറഞ്ഞു. 6-ാം മാസത്തിലും സ്കാൻ ചെയ്തു, അത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 2021 ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ആദം ജനിക്കുന്നത്. ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു പാടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഇത് ഉണ്ടായപ്പം ആ ഒരു പഴയ ഇത് തന്നെ പോകാണ്ടിരിക്കുന്നതായിരിക്കും. ആ ബ്ലഡിൻ്റെ ഒരു 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും ഹോസ്പിറ്റലിൽ രാജഗിരിയിൽ. അങ്ങനെ വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും ആ പാടം അങ്ങനെ തന്നെയുണ്ട്, കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ മേളിലാണ് ആ പാടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ അവിടെ നിന്ന് പീഡിയാട്രിക് സർജൻ ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ആശ്രയിലേക്ക് പോയി, എറണാകുളത്ത് ആശ്രയം. കാരണം ഏറ്റവും നല്ല ഫെസിലിറ്റി കിട്ടുന്നത് അന്വേഷിച്ചാണല്ലോ നമ്മുടെ സമയത്ത് നടക്കുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ഇവിടെ പീഡിയാട്രിക് സർജൻ ഇല്ല, കാലിക്കറ്റിലേക്ക് റെഫർ ചെയ്തു. കാലിക്കറ്റിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, അതായത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു അഡ്രിനൽ ഗ്ലാൻഡിന് മേളിൽ വരുന്ന ഇങ്ങനെ ഒരു പാട് ചിലപ്പോൾ ട്യൂമർ ആയിരിക്കാം, സർജറി വേണം, അത് കഴിഞ്ഞ് അത് ട്യൂമറിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കീമോ ചെയ്യണം എന്ന് തന്നെ അവർ തീർത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് വീണ്ടും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത സമയത്ത് ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പം എനിക്കങ്ങനെ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഒരു നോർമൽ ഒരു ആവറേജ് ആൾ പോകുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്.